2023 ഓഗസ്റ്റ് 7-ന് ഹമാസ് ഇസ്രായേലിലേക്ക് ഏകദേശം 5000 റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടത്. ഈ വലിയ ആക്രമണത്തിൽ ഉപയോഗിച്ച റോക്കറ്റുകൾ ഭൂരിഭാഗവും ഹോം മെയ്ഡ് ഗാസം റോക്കറ്റുകളായിരുന്നു. ഒരു പക്ഷേ ഈ പേര് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. എന്താണ് ഈ ഗാസം റോക്കറ്റുകൾ? ഇവ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇവയുടെ പിന്നിലെ ശാസ്ത്രം എന്താണ്? ഇവയുടെ ശക്തിയും പരിമിതികളും ഇസ്രായേലിന്റെ മേലുള്ള ഇവയുടെ സ്വാധീനവും എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ചിലവേറിയതും ആധുനികമായ ആയുധങ്ങൾ സ്വന്തമായില്ലാത്തൊരു വിഭാഗമാണ് ഹമാസ്. ഇസ്രായേലിനെതിരെ പോരാടുവാൻ സ്വന്തമായി കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ ഗാസം റോക്കറ്റുകൾ. ഇത് വളരെ കുറഞ്ഞ ചിലവിൽ അവർ സ്വയം നിർമ്മിക്കപ്പെടുന്ന ഒരു തരം ആയുധമാണ്. വലിയ സാങ്കേതിക വിദ്യകളോ ആധുനിക യന്ത്രങ്ങളോ ഒന്നും ഇതിനാവശ്യമില്ല. ഇസ്രായേലിനെ ആക്രമിക്കുക, അവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക, ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുക എന്നതാണ് ഈ റോക്കറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഗാസം റോക്കറ്റുകൾ ഉണ്ടാക്കുവാൻ ഹമാസ് സാധാരണയായി വീടുകളിലും അവരുടെ രഹസ്യ ക്യാമ്പുകളിലും എളുപ്പത്തിൽ ലഭ്യമായ സാധാരണ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം. എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി പ്രപ്പലൻ സ്ലാഗ്. റോക്കറ്റ് പറക്കുവാൻ ആവശ്യമായ ഊർജം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഇതുണ്ടാക്കുന്നത് വളരെ ലളിതമായ രണ്ട് സാധനങ്ങൾ ചേർത്താണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയും കൃഷിക്കാർ വളമായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം നൈട്രേറ്റും. ഈ രണ്ട് വസ്തുക്കളും ഒരുമിച്ച് ചേർത്ത് ചൂടാക്കി ഉരുക്കി ഒരു സ്ലാഗ് രൂപത്തിൽ ആക്കി മാറ്റുന്നു. പഞ്ചസാരയിൽ ധാരാളം ഊർജം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു ഓക്സിഡൈസ് ഏജന്റായി പ്രവർത്തിച്ച് പഞ്ചസാര കത്തുമ്പോൾ ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. ഇത് പ്രൊപ്പലൻ മിശ്രിതം വളരെ വേഗത്തിൽ കത്തുവാനും വലിയ തോതിൽ ഊർജം പുറത്തുവിടുവാനും റോക്കറ്റ് ശക്തിയായി പറക്കുവാനും സഹായിക്കുന്നു. ഒരു ചെറിയ കെമിസ്ട്രി ലാബ് പോലെയാണ് ഈ ഭാഗം പ്രവർത്തിക്കുന്നത്. രണ്ടാമതായി റോക്കറ്റിന്റെ ബോഡിയാണ്. റോക്കറ്റിന്റെ ഏറ്റവും പ്രധാന ഭാഗം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് സാധാരണ വെള്ളം ഒഴുകുവാൻ ഉപയോഗിക്കുന്ന മെറ്റൽ പൈപ്പുകളാണ്. ഇവയ്ക്ക് റോക്കറ്റിന്റെ രൂപം നൽകുകയും പ്രൊപ്പലൻ, വാർഹെഡ് തുടങ്ങിയ ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നു. ഈ പൈപ്പുകളിലാണ് പ്രൊപ്പലൻ ദ്രാവക രൂപത്തിൽ ഒഴിച്ച് ഉറപ്പിക്കുന്നത്. മൂന്നാമതായി വാർഹെഡുകളാണ്. റോക്കറ്റ് ലക്ഷ്യത്തിലെത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഭാഗമാണിത്. ഇതിന് പ്രധാനമായും TNT പോലുള്ള സ്ഫോടക വസ്തുക്കളാണ് നിറച്ചിരിക്കുന്നത്. കൂടാതെ സ്ഫോടനം നടക്കുമ്പോൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുവാൻ സഹായിക്കുന്ന മെറ്റൽ ചീളുകളും ആണിക്കഷ്ണങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് സ്ഫോടനത്തിന്റെ പ്രകരശേഷി വർദ്ധിപ്പിക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ അപകടം പറ്റുകയും ചെയ്യുന്നു. നാലാമതായി റോക്കറ്റിന്റെ ഫ്യൂസുകളാണ്. റോക്കറ്റ് ലക്ഷ്യത്തിൽ പതിക്കുമ്പോൾ സ്ഫോടനം നടക്കുവാനുള്ള സംവിധാനമാണിത്. ഇത് റോക്കറ്റിന്റെ അറ്റത്താണ് ഫ്യൂസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അഞ്ചാമതായി റോക്കറ്റിന്റെ നോസിലുകളാണ്. റോക്കറ്റിന്റെ ഏറ്റവും പിന്നിലുള്ള ഭാഗമാണിത്. ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങൾ നോസിലൂടെ അതിശക്തമായി പുറത്തേക്ക് വരുന്നു. ഈ വാതകങ്ങളുടെ പുറന്തള്ളൽ ശക്തിയിലാണ് റോക്കറ്റ് മുന്നോട്ട് കുതിക്കുവാൻ സഹായിക്കുന്നത്. ഇത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഓരോ പ്രവർത്തനത്തിനും ഒരു തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനമുണ്ട്. ഇതേ തത്വമനുസരിച്ചാണ് റോക്കറ്റുകൾ കുതിക്കുന്നത്. ആറാമതായി റോക്കറ്റിന്റെ വിൻസ്. റോക്കറ്റിന്റെ പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയ ചിറകുകളാണ് വിൻസ്. റോക്കറ്റ് പറക്കുമ്പോൾ സ്ഥിരത നൽകുവാനും നേരെ പോകുവാനും ഇത് സഹായിക്കുന്നു. ഇത് റോക്കറ്റിന്റെ സഞ്ചാരപാത നിയന്ത്രിക്കുന്നില്ലെങ്കിലും പറക്കുന്നതിന് ഒരു ബാലൻസ് നൽകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിനു വളരെ ലളിതമായ രീതിയാണ് ഹമാസ് ഉപയോഗിക്കുന്നത്. നിർമ്മിച്ച റോക്കറ്റ് വിക്ഷേപിക്കുന്നതിനായി അവർ ഒരു സ്റ്റീൽ ഫ്രെയിം ഉപയോഗിക്കുന്നു. ഈ ഫ്രെയിം ഉപയോഗിച്ച് റോക്കറ്റ് എങ്ങോട്ട് പോകണം എന്ന് കൃത്യമായി ക്രമീകരിക്കുവാൻ സാധിക്കും. റോക്കറ്റിലെ പഞ്ചസാര മിക്സ് ചെയ്ത സോളിഡ് ഫ്യൂവൽ കത്തുവാൻ ഒരു വയർ ബാറ്ററിയിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതിയാണ് റോക്കറ്റിന്റെ ഇന്ധനം കത്തുവാൻ സഹായിക്കുന്നത്. ഈ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങളുടെ ശക്തിയിലാണ് ഗാസം റോക്കറ്റുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി കുതിച്ചുയരുന്നത്. റോക്കറ്റ് നിലത്ത് പതിക്കുമ്പോൾ അറ്റത്തുള്ള ഫ്യൂസ് പ്രവർത്തിക്കുകയും വലിയ സ്ഫോടനം സംഭവിക്കുകയും ചെയ്യുന്നു. ഈ റോക്കറ്റ് ഒരു പാരബോളിക് ഷേപ്പിലാണ് പതിക്കുന്നത്. അതായത് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ അതൊരു വളഞ്ഞ പാതയിലൂടെ താഴേക്ക് വീഴുന്നത് പോലെ. ഈ സ്റ്റീൽ ഫ്രെയിം ക്രമീകരിക്കുന്നതിനനുസരിച്ച് റോക്കറ്റ് പതിക്കേണ്ട ലക്ഷ്യസ്ഥാനവും മാറ്റം വരുത്തുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, റോക്കറ്റുകളും മിസൈലുകളും ഒന്നല്ലേ എന്ന്. അല്ല, അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹമാസിന്റെ ഗാസം റോക്കറ്റുകൾക്ക് പറന്നുകൊണ്ടിരിക്കുമ്പോൾ ദിശ മാറ്റുവാനുള്ള കഴിവില്ല. എവിടേക്കാണോ അവ തൊടുത്തുവിട്ടത് ആ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു.
അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യതയും വളരെ കുറവാണ്. ചിലപ്പോൾ ലക്ഷ്യം തെറ്റി ഗാസയിൽ തന്നെ പതിച്ച് സ്വന്തം ആളുകൾക്ക് പോലും അപകടം പറ്റാറുണ്ട്. ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കുവാൻ ഹമാസ് ചിലപ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും തൊടുത്തുവിട്ട മിസൈലുകൾ പിന്നെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. പക്ഷേ മിസൈലുകൾ അങ്ങനെയല്ല. അവയിൽ കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ ഗൈഡൻസ് സിസ്റ്റം, സെൻസറുകൾ എന്നിവ ഘടിപ്പിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മിസൈലുകൾക്ക് പറന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ദിശ മാറ്റുവാനും ലക്ഷ്യം കൂടുതൽ കൃത്യമാക്കുവാനും സാധിക്കുന്നു. അതുകൊണ്ടാണ് മിസൈലുകൾക്ക് കൃത്യമായ ലക്ഷ്യത്തിൽ പതിക്കുവാൻ സാധിക്കുന്നത്. ഗാസം റോക്കറ്റുകളുടെ നിർമ്മാണ ചെലവ് വളരെ കുറവാണെന്ന് നമ്മൾ കണ്ടു. ഏകദേശം 2.2 മീറ്റർ നീളവും 17 സെന്റിമീറ്റർ വ്യാസവുമുള്ള ഒരു റോക്കറ്റ് ഉണ്ടാക്കുവാൻ $300 മുതൽ $600 വരെ മാത്രമാണ് ചെലവ്. ഇവയ്ക്ക് 5 മുതൽ 20 കിലോമീറ്റർ ദൂരം വരെ പറക്കുവാനും കഴിയും. എന്നാൽ ഹമാസ് വിക്ഷേപിക്കുന്ന ഈ കുറഞ്ഞ ചിലവുള്ള റോക്കറ്റുകളെ തകർക്കുവാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് വലിയ ചിലവുണ്ട്. ഒരു റോക്കറ്റ് തകർക്കുവാൻ ഉപയോഗിക്കുന്ന മിസൈലിന് ഏകദേശം $50,000 ചിലവ് വരും. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഏകദേശം 40,000 രൂപയ്ക്ക് ഹമാസ് നിർമ്മിക്കുന്ന ഒരു റോക്കറ്റ് തകർക്കുവാൻ ഇസ്രായേലിന് 40 ലക്ഷം രൂപ ചെലവ് വരും. ഇസ്രായേലിന്റെ സംരക്ഷണ കവചമായ അയൺ ഡോമിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാത്രം പ്രതിവർഷം ഏകദേശം $150 ബില്യൺ ചെലവ് വരുന്നുണ്ട്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെ സൈനികമായി മാത്രമല്ല സാമ്പത്തികമായും തകർക്കുക എന്ന ഹമാസിന്റെ ലക്ഷ്യം ഈ ഗാസം റോക്കറ്റുകൾ വിക്ഷേപണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ വലിയ തലവേദന ഉണ്ടാക്കുന്ന ഇതൊരു തന്ത്രമാണ്. ഹമാസിന്റെ ഗാസം റോക്കറ്റുകളെക്കുറിച്ചും അവയുടെ നിർമ്മാണം, പ്രവർത്തനം, സാമ്പത്തിക സ്വാധീനം എന്നിവയെക്കുറിച്ചും നിങ്ങൾക്കിപ്പോൾ വ്യക്തമായ ഒരു ധാരണ ലഭിച്ചു കാണുമെന്നും കരുതുന്നു. ഇവ ലളിതമായി നിർമ്മിക്കുന്നതും എന്നാൽ വലിയ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തികമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ആയുധമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുവാനും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.